തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം എപ്പോഴും സിനിമയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. MG രാമചന്ദ്രനും ജയലളിതയും കരുണാനിധിയും ഒക്കെ വെള്ളിത്തിരയിൽ നിന്നും വന്ന് തമിഴ് ജനതയുടെ ഹൃദയം കവർന്നവരാണ്. ആ പരമ്പരയിലെ ഏറ്റവും പുതിയതും അതിശക്തവുമായ അധ്യായമായി മാറിയിരിക്കുകയാണ് ജോസഫ് വിജയ് എന്ന ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 107 സീറ്റുകൾ നേടി തമിഴക വെട്രി കഴകം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു യുഗമാറ്റത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത വമ്പിച്ച മുന്നേറ്റം വിജയുടെ പാർട്ടി കാഴ്ചവെച്ചത്. ദശാബ്ദങ്ങളായി തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന DMK, AIADMK എന്നീ വൻമരങ്ങളെ കടപുഴകിക്കൊണ്ടാണ് TVK 107 സീറ്റുകൾ സ്വന്തമാക്കിയത്. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 118 എന്ന സംഖ്യയിലേക്ക് എത്താൻ 11 സീറ്റുകളുടെ കുറവ് മാത്രമേ ഇപ്പോൾ വിജയിക്കുള്ളൂ. ഒരു നവാഗത പാർട്ടിക്ക് തമിഴ്നാട് പോലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ വിജയം നേടാനായത് രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. വിജയുടെ വ്യക്തിപ്രഭാവവും യുവാക്കൾക്കിടയിലുള്ള സ്വാധീനവുമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം. ജനങ്ങളുടെ ശബ്ദം, തമിഴകത്തിന്റെ വെട്രി എന്ന മുദ്രാവാക്യം താഴെത്തട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിജയ്ക്ക് സാധിച്ചു. സിനിമയിലെ തന്റെ സൂപ്പർ താര പരിവേഷം രാഷ്ട്രീയത്തിലെ വിശ്വസ്തതയാക്കി മാറ്റുന്നതിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചു. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഞെട്ടൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പരാജയമാണ്. 2011 മുതൽ സ്റ്റാലിനെ വിജയിപ്പിച്ചു പോകുന്ന കൊളത്തൂർ മണ്ഡലം അദ്ദേഹത്തെ കൈവിട്ടു. TVK സ്ഥാനാർത്ഥി VS ബാബുവിനോട് 8000-ലേറെ വോട്ടുകൾക്കാണ് സ്റ്റാലിൻ പരാജയപ്പെട്ടത്. ഇത് വെറും ഒരു സീറ്റിന്റെ നഷ്ടമല്ല, മറിച്ച് DMK എന്ന പ്രസ്ഥാനത്തിന്റെ ആത്മവിശ്വാസത്തിനേറ്റ വലിയ പ്രഹരമാണ്. ഭരണവിരുദ്ധ വികാരവും യുവാക്കൾക്കിടയിൽ വിജയിയോടുള്ള സ്വീകാര്യതയും സ്റ്റാലിന്റെ പതനത്തിന് കാരണമായി. ചെന്നൈ എന്ന DMKയുടെ ഉരുക്കുകോട്ടയിൽ പോലും വിള്ളലുകൾ വീണു. ഉദയനിധി സ്റ്റാലിനും മന്ത്രി PK ശേഖർ ബാബു മാത്രമാണ് ചെന്നൈ മേഖലയിൽ DMK നിരയിൽ നിന്നും വിജയിച്ച പ്രമുഖർ. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും വിജയുടെ പാർട്ടി പിടിച്ചെടുത്തു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVK സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾക്ക് വേഗം കൂട്ടിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 11 സീറ്റുകൾ കണ്ടെത്താൻ വിജയ് നേരിട്ടാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ DMK സഖ്യത്തിലുള്ള കക്ഷികളെ സ്വന്തം പാളയത്തിൽ എത്തിക്കാനാണ് TVK ശ്രമിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചത് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. യുവാക്കളുടെ ശബ്ദം പ്രതിഫലിക്കുന്ന ഈ ജനവിധി അവഗണിക്കാൻ കഴിയില്ല എന്ന രാഹുലിന്റെ വാക്കുകൾ DMK ക്യാമ്പിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ TMKയുമായി സഖ്യമുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ അധികാരം നിലനിർത്താൻ കോൺഗ്രസ് വിജയ്ക്കൊപ്പം ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പത്മനാഭപുരം, കീഴല്ലൂർ എന്നീ മണ്ഡലങ്ങളിൽ വിജയിച്ച 2 CPM MLA-മാരുടെ പിന്തുണ TVKയ്ക്ക് നിർണായകമാണ്. CPM നേതൃത്വമായി വിജയ് നേരിട്ട് സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. PMK, മുസ്ലിം ലീഗ്, CPI എന്നീ പാർട്ടികൾ കൂടി പിന്തുണ നൽകിയാൽ വിജയ്ക്ക് അനായാസം ഭൂരിപക്ഷം തെളിയിക്കാനാകും. വിജയ് മുഖ്യമന്ത്രിയാകുകയും ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സിനിമയിലും ജീവിതത്തിലും സുഹൃത്തുക്കളായ ഇരുവരും രാഷ്ട്രീയത്തിന്റെ 2 ധ്രുവങ്ങളിൽ നിന്ന് പോരാടുന്നത് തമിഴ്നാടിന് പുതിയൊരു അനുഭവമായിരിക്കും. DMKയുടെ തകർച്ചയിൽ നിന്നും രക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഉദയനിധി സ്റ്റാലിനുള്ളത്. ചെക്പോക്ക് തിരുവള്ളിക്കേനിയിൽ നിന്ന് വിജയിച്ച ഉദയനിധി നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ വീര്യമുള്ള ശബ്ദമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെ വെല്ലുന്ന വീറും വാശിയും നിറഞ്ഞ സംവാദങ്ങൾക്കും തമിഴ്നാട് നിയമസഭ ഇനി സാക്ഷ്യം വഹിക്കും. വിജയുടെ രാഷ്ട്രീയ നയങ്ങളും ഉദയനിധിയുടെ സംഘടനാ പാഠവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തമിഴ് ജനത ഉറ്റുനോക്കുകയാണ്. വിജയുടെ വിജയം വെറുമൊരു അധികാര മാറ്റമല്ല, മറിച്ച് തമിഴ് രാഷ്ട്രീയത്തിലെ ജാതിമത സമവാക്യങ്ങളെയും പരമ്പരാഗത രീതികളെയും തിരുത്തിക്കുറിക്കുന്ന ഒന്നാണ്. തനിക്കെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കെല്ലാം വോട്ടിലൂടെ മറുപടി നൽകാൻ വിജയ്ക്ക് സാധിച്ചു. അഴിമതിരഹിതമായ ഭരണം, സുതാര്യത, യുവാക്കൾക്ക് പ്രാധാന്യം എന്നിവയാണ് വിജയ് മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ. DMKയും AIADMKയും മാറി മാറി ഭരിച്ചിരുന്ന തമിഴ്നാട്ടിൽ ഒരു 3ാം ശക്തിയുടെ ഉദയം ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമാണ്. എന്നാൽ ഭരണം നിലനിർത്താനും വാഗ്ദാനങ്ങൾ പാലിക്കാനും വിജയ്ക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളുമുണ്ട്. ഭരണപരിചയമില്ലാത്ത ഒരു പാർട്ടിക്ക് തമിഴ്നാട് പോലുള്ള വലിയൊരു സംസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണണം. തമിഴ് മണ്ണിൽ ഇപ്പോൾ ഉയരുന്നത് മാറ്റത്തിന്റെ കാറ്റാണ്. വിജയ് എന്ന ജനപ്രിയ നായകനിൽ നിന്നും വിജയ് എന്ന ഭരണാധികാരിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. രാഷ്ട്രീയ ശത്രുക്കളെ സ്നേഹം കൊണ്ടും കൃത്യമായ ആസൂത്രണം കൊണ്ടും നേരിട്ട വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ അത് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനും സംശയമില്ല. ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഭരണപക്ഷത്തെ പിന്തുണ ഉറപ്പാക്കാൻ വിജയ് നടത്തുന്ന ചടുലമായ നീക്കങ്ങൾ തമിഴ്നാടിനെ ഒരു സമ്പൂർണ്ണ യുഗത്തിലേക്ക് നയിക്കുമെന്ന് ആരാധകരും അനുയായികളും വിശ്വസിക്കുന്നു. വിജയ് എന്ന നടനെ സ്നേഹിച്ച ജനത ഇനി വിജയ് എന്ന നേതാവിന്റെ ഓരോ നീക്കവും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്.